തിരി തിരി നറു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴീന ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ഇതുവഴി പോരുവതാരോ തിരി തിരി നറു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേലൂടെ മിഴീന ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ഇരിക്കിരിക്കെ. രാജേഷ് എന്നല്ലേ പേര് പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല, അഞ്ജലി ഓക്കെയാണ്. ആ അല്ലേലും എനിക്ക് തോന്നിയായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു. വല്ല ഫസ്റ്റ് നൈറ്റിലും ഒക്കെയാണ് ബോധം കെട്ട് വീണതെങ്കിൽ പിന്നെയും ഉണ്ടായിരുന്നു അല്ലേ ഡോക്ടറെ? അമ്മാവനാണ്. അമ്മാവൻ ഒന്ന് പുറത്തോട്ട് നിൽക്കണം. നിങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അല്ലേ? അതെ ഡോക്ടർ, ഞാൻ നാട്ടിലില്ലായിരുന്നു. വീട്ടുകാരായിട്ട് അറേഞ്ച് ചെയ്ത മാരേജാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നത്തിങ്, പ്രോബ്ലം ഒന്നുമില്ല. ആ കുട്ടി ആകെ പേടിച്ചിരിക്കുകയാണ്. രാജേഷ് ഒന്ന് കണ്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ആ കുട്ടിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. കംപ്ലീഷൻ റിപ്പോർട്ട് നമുക്ക് ഇന്ന് തന്നെ അയക്കാൻ പറ്റും സാർ. പിന്നെ വാട്ട് ഹാപ്പൻ രമേശ്? നമ്മൾ KGL ഗ്രൂപ്പിന് വേണ്ടി സബ്മിറ്റ് ചെയ്ത പ്രൊജക്റ്റ് സാർ അത് റിജക്റ്റ് ആയി. വാട്ട്? സാർ സാർ അപ്രൂവ് ചെയ്ത പ്രൊജക്റ്റ് തന്നെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തത്. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ സാർ. ആരായിരുന്നു എൻ്റെ കോർഡിനേറ്റർ?
അഞ്ജലി ആയിരുന്നു സാർ. അഞ്ജലി എത്തിയിട്ടില്ല സർ. മാഡംസ് ഇന്ന് നേരത്തെയാണല്ലോ. സർ അത് ടിനി, ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. അഞ്ജലി, KGL ഗ്രൂപ്പിന്റെ ഞാൻ അപ്രൂവ് ചെയ്ത പ്ലാനിൽ കറക്ഷൻ വരുത്തിയത് താനാണോ? ഐ ആം ആസ്കിംഗ് ടു യു. അപ്രോച്ച് റോഡ് ഡിസ്റ്റൻസ് ആസ് പെർ പോലീസ് തെറ്റായിരുന്നു സാർ. ഡു യു തിങ്ക് ഐ ആം എ ഫൂൾ? ഞാൻ പിന്നെ വേഷം കെട്ടിയിരിക്കുന്നത് ചരക്കാനാണോ? ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ പേപ്പറിൽ കറക്ഷൻ വരുത്തി ഓവർ സ്മാർട്ട്നസ് കളിക്കാൻ ഇത് നിന്റെ അപ്പന്റെ കമ്പനിയിലാണോ? എങ്കിൽ പിന്നെ നാളെ മുതൽ അഞ്ജലി മേഡം അങ്ങ് ഡയറക്ടർ പോയി ചെന്നിരിക്കട്ടെ. ഇവിടെ എത്ര സ്മാർട്ട്നസ് വേണ്ട. സർ എത്ര ഇമ്പോർട്ടന്റ് ക്ലയന്റ് ആണ് മിസ്സായെന്ന് അറിയോ? And I don't want this place in my team. പറ്റില്ലെങ്കിൽ നിർത്തിട്ട് പോ. അഞ്ജലി, നീ ഇപ്പോഴത് ഓർത്തുകൊണ്ടിരിക്കുകയാണോ? ആ വർമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. പുള്ളി ശരിക്കും ഒരു സൈക്കോ ആണ്. അങ്ങനെയല്ലേ ചേച്ചി, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? രമേശ് സാർ പറഞ്ഞിട്ട് അഞ്ജലി അത് ചെയ്തത്. അത് അവള് പറയുന്നതൊന്നും കേൾക്കാൻ പോലും അയാൾ തയ്യാറായില്ലല്ലോ. അയാൾക്കിട്ട് ഒരു പണി കൊടുക്കണം, ആ രമേശിന്. രമേശിനല്ല നല്ലൊരു പണി കൊടുക്കണ്ടേ, നല്ലൊരു പണി ആ വർമ്മയ്ക്കിട്ട് തന്നെ കൊടുക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഐ ഹാവ് എ പ്ലാൻ. கொஞ்சம் வெகிலி தான்ப்பா, கொஞ்சம் நாட்டி டைப், சும்மா நாட்டி பண்ணலாம், வா காலி பண்ணலாம். കഴിഞ്ഞ പ്രാവശ്യം ചീറ്റിപ്പോയി, ഈ പ്രാവശ്യങ്ങളും മിന്നിച്ചേക്കണ തമ്പുരാനെ. ഐ ആം ബാക്ക്. അപ്പോ ബോസാണ് പ്രശ്നക്കാരൻ. നിങ്ങളൊക്കെ ഇത് പറഞ്ഞിടത്തോളം ഇതൊക്കെ ഒരു ചീള് കേസ്. ഇത് എനിക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. കയ്യോ കാലോ അങ്ങനെയാണെങ്കിൽ 10 സെറ്റ് ചെയ്യാം. പിന്നെ മൊത്തത്തിലാണെങ്കിൽ 50 ഡീൽ ചെയ്യാം. കൊല്ലാനാ? ബോബി, അത്രയ്ക്കൊന്നും വേണ്ട. ഞങ്ങളുടെ അത്രയും പൈസയില്ല. ജസ്റ്റ് അയാളെന്ന് പേടിപ്പിച്ചിട്ടാൽ മതി. ആളുടെ അഹങ്കാരം ഒന്ന് മാറണം. സോറി സിസ്റ്റേഴ്സ്, കൈവെട്ട്, കാൽവെട്ട്, മുടിവെട്ട്, തലവെട്ട്, ഇതിൽ കുറച്ച് സാധനങ്ങളൊന്നും ഞങ്ങൾ എടുക്കാറില്ല. പിന്നെ ഷെൽസി നേരിട്ട് വന്നൊരു കാര്യം പറയുമ്പോൾ പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലാൻ ഉണ്ട്. ഒരു 50K വരും. ഓക്കെ ആണോ? എന്താ പ്ലാൻ? കൂടോത്രം, മൊട്ട കൂടോത്രം. ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റൂല ആരാണെന്നോ എന്താണെന്നോ. പക്ഷെ കിട്ടും പണി, 8ന്റെ പണി. എന്ത് പണി? അത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ തട്ടിപ്പോയിരിക്കും. ബോബി വെറുതെ ഹൈപ്പിടാതെ കാര്യം പറ. കൂടോത്രം ചെയ്ത മുട്ട ആരോടും മിണ്ടാതെ, ആരും കാണാതെ ബോസ് വരുന്ന വഴിയിൽ വെക്കണം. എപ്പോൾ അയാൾ അതിൽ ചവിട്ടുന്നുവോ അപ്പോൾ മുതൽ മുട്ടപ്പണി തുടങ്ങും. എന്താ ടിനി സ്റ്റാറ്റസ്? പറഞ്ഞ ചേഞ്ചസ് എല്ലാം തീർത്തു സർ. പിന്നെ വാട്ട്? മാൻ പവർ കുറച്ച് ഷോർട്ടായിരുന്നു സർ, അതുകൊണ്ട് ഇലവേഷൻ്റെ വർക്കൊന്നും തീർന്നിട്ടില്ല. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഇമാതിരി എക്സ്ക്യൂസസ് ഒന്നും എന്നോട് പറയരുത്. പണിക്കാർ വരുന്നതും വരാതിരിക്കുന്നതും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. തന്ന പണി പറഞ്ഞ സമയത്ത് തീർക്കാനാണ് തനിക്കൊക്കെ ശമ്പളം തരുന്നു. 4 പേർക്കുള്ള അവസാനത്തെ പണിയാണിത്. തൻ്റെയും അവസാനത്തെ വാണിങ്ങ. വാട്ട്? നത്തിങ് സർ. മൊട്ട എവിടെ? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ഓമനക്കുട്ട, മുട്ടയൊക്കെ ആയിട്ടാണല്ലോ വരവ്.
മുട്ടയോ? ആ 50,000 രൂപയുടെ മുട്ട എല്ലാത്തിണ്ട് കൊടുക്കണത്. ടിനി ചേച്ചി, അഞ്ജലി ചേച്ചി. ഹൃദയാഘാതം മൂലം യുവാവ് മരിച്ചു. ഓമനക്കുട്ടൻ 45 വയസ്സ്. എന്താണിത്, എങ്ങോട്ടിത്, ആരാണിവൻ, ആരാരിവർ, വന്നെത്തി എങ്ങാണിത്, പറഞ്ഞുതാ എന്താണിത്, എങ്ങോട്ടിത്, ആരാണിവൻ, ആരാരിവർ, എന്താണിത്. അഞ്ജലി, അഞ്ജലി, അപ്പൊ നമ്മളല്ലേ ഓമനക്കുട്ടനെ കൊന്നത്? അഞ്ജലി, നിനക്കെന്താ വട്ടായോ അഞ്ജലി? നമ്മളാരും കൊന്നിട്ടൊന്നുമില്ല. ഒരു മുട്ട കഴിച്ചു എന്നും പറഞ്ഞ ആരും ചത്തൊന്നും പോകുന്നുമില്ല. നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അതെ, എല്ലാവരോടും കൂടിയാ. നമ്മൾ ഓമനക്കുട്ടനെ കണ്ടിട്ടില്ല, യാതൊരു പരിചയമില്ല. ഇനി ഇതിനെ പറ്റി ആരോടെ മിണ്ടിപ്പോരുത്, കേട്ടല്ലോ? എല്ലാവരും പോയി റെഡിയായി. No mention. എന്താ എന്താ? അഞ്ജലി, 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 ഓമനക്കുട്ടൻ, ഓമനക്കുട്ടൻ. അഞ്ജലി, നീ ഓരോന്ന് ആലോചിച്ചിരിക്കണത് എന്തിനാ? ഇതിനകത്ത് ആരും ഇല്ല. ഇപ്പൊ റെഡി ആവാൻ നോക്ക്. റെഡി ആവാനല്ല പറഞ്ഞേ. അല്ലേച്ചി, ഇന്നിനിപ്പോ കുളിക്കണോ? എന്തി? ഓമനക്കുട്ടനെ ഞാൻ അകത്തുണ്ടെങ്കി മഞ്ചീറ ശിഞ്ചിത്തമ്മേ ചില്ലേ ചില്ലേ കൊല്ലാതെ മണ്ണുറഞ്ഞ മയ്യാണേ മഞ്ഞിലാണേ സംഗീതത്തിൽ തങ്ക്രീട ഏതന്തോയത്തിൽ തില്ലാനേ മഞ്ഞുറഞ്ഞുരുള്ളാണേ മുള്ളിലാണേ കണ്ടാലേ ശോകത്താലേ അത്താലേ പ്രേമത്താലേ എത്താലേ കണ്ടെത്താലേ എത്താലേ കണ്ടെത്താലേ കാതിലെ കിന്നാരപ്പൂവും പാട്ടിലെ ചിന്തേരെ മൂടന വണ്ടാളേ മൂട പാട്ടേ കൂടെ പറക്കുമ്പം പാടൂലേ ചേരി ചേലാടൂലേ മടിമേലെ ചാഞ്ഞോ മുടിമേലെ പാഞ്ഞോ വിരലാലോലം മടിമേലെ ചാഞ്ഞോ മുടിമേലെ പാഞ്ഞോ വിരലാലോലം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഞ്ജലി ഒരു സൈക്കിക് ഇലൂഷനിലാണ്. താൻ കാരണമാണ് ഓമനക്കുട്ടൻ അങ്ങനെ സംഭവിച്ചതെന്ന് അഞ്ജലിയുടെ മനസ്സിൽ ഭയങ്കരമായി പതിഞ്ഞിട്ടുണ്ട്. ഒരു ഓർത്തഡോക്സ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളായതുകൊണ്ടാകാം അഞ്ജലിയുടെ മനസ്സിൽ അത് കയറിക്കൂടിയത്.
നമ്മളെന്താ ഇനി ചെയ്യുക? അഞ്ജലി കാരണമല്ല ഓമനക്കുട്ടൻ അങ്ങനെ സംഭവിച്ചതെന്ന് അവളെ കൂടി പറഞ്ഞു ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഒരു റിക്കവറി അഞ്ജലിക്ക് ഉണ്ടാവുള്ളൂ. ബോബിയെന്ന് മറ്റോ അല്ലേ അയാളുടെ പേര് പറഞ്ഞത്? രാജേഷ്, ആ വഴിയൊന്ന് അന്വേഷിച്ചുകൂടെ? പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ കാണുന്നതൊക്കെ ബ്രിട്ടീഷുകാർ എൻ്റെ അപ്പൂവിന് കൊടുത്താണ്. ഇപ്പോൾ പറഞ്ഞ നാളെ കച്ചവടം. താഴെ 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 ഇറക്ക്. എൻ്റെ പൊന്നു സഹോദര, മുട്ട ഞാൻ കൊടുത്തത് സത്യമാണ്. പക്ഷെ ഞാനല്ല അത് ചെയ്തത്. ഞാൻ വെറും മീഡിയേറ്റർ മാത്രമാണ്. തന്നത് പണിക്കരാണ്, രാഘവ പണിക്കർ. പണിക്കരെ കൊല്ലണം, നാട്ടുകാരെ മൊത്തം കൊല്ലണം. എൻ്റെ 96ാമത്തെ കല്യാണാലോചനയും അവന്മാർ മുടക്കി. നാട്ടിലുള്ള എല്ലാ തെണ്ടികളെയും കൊന്നാലേ എനിക്കൊരു വൈവാഹിക ജീവിതം ഉണ്ടാകും. പണിക്കരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നാട്ടുകാരെ മൊത്തം കൊല്ലുക എന്നത് തികച്ചും അപ്രായോഗികമായ കാര്യമാണ്. ഇത് ആഴക്കടലിലെ ഇണചേരാത്ത നീലത്തിമിംഗലങ്ങളുടെ വായിൽ നിന്നെടുത്ത അത്ഭുത ജലമാണ്. നീ യാതൊരുവളുടെ മേൽ തളിക്കുന്നുവോ അവൾ നിന്നെ പുറകെ വരും. പിന്നെ ഏത് നാട്ടുകാർ വിചാരിച്ചാലും നിന്നെ വിവാഹപ്പെടുത്താൻ സാധിക്കുകയില്ല. പണിക്കരില്ലേ അകത്ത്? ആ, അകത്തുണ്ട്. നിങ്ങളിവിടെ നിൽക്കും, ഞാനിപ്പോൾ വരാം. മകനെ വത്സ, ഇനി എന്നെ തല്ലരുത്. എനിക്ക് മുട്ട പൊടിക്ക് തിന്നാൻ മാത്രമേ അറിയൂ. കൂടോത്രം ചെയ്യാനൊന്നും അറിയില്ല. എന്നെ വെറുതെ വിടൂ. തഥാസ്തു. ആ പണിക്കര് പറഞ്ഞത് കേട്ടില്ലേ? അയാളതിലൊന്നും ചെയ്തിട്ടില്ല. നീ ഇനിയെങ്കിലും റിയാലിറ്റി മനസ്സിലാക്കണം. നമ്മൾ കാരണമല്ല ഓമനക്കുട്ടൻ അങ്ങനെ സംഭവിച്ചത്. അതല്ല, ഇനിയും നിനക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ നമുക്ക് ഓമനക്കുട്ടൻ്റെ വീട്ടിൽ നേരിട്ട് പോവാം. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓമനക്കുട്ടൻ്റെ വീടല്ലേ? അതെ, നിങ്ങൾ ഭാര്യമാരാണ്. എടാ ഓമനക്കുട്ടാ, നിങ്ങളൊക്കെ ആരാ മനസ്സിലായില്ലല്ലോ? ഞങ്ങളുടെ കമ്പനിയിൽ ഓമനക്കുട്ടിച്ചേട്ടൻ വർക്ക് ചെയ്തിരുന്നത്. സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ ആരും നാട്ടിലില്ലായിരുന്നു. ഇപ്പോഴാ എത്തിയേ. സത്യത്തിൽ ചേട്ടൻ എന്ത് പറ്റിയതാ? ഹോയ് റെഡിയായി? ഇന്നും മുട്ടയോ? എന്താടി ഇവക്കൊരു നാണം? അത് കൊള്ളാലോ. നിന്ന് ചിണുങ്ങാതെ ചുമ്മാ കാര്യം പറയണ്ട ചക്കരെ. ഇവള് 7ാമത് ഗർഭിണിയാണെന്നറിഞ്ഞ സന്തോഷത്തില് ഞങ്ങളുടെ ചേട്ടൻ മൊട്ട തൊണ്ടേ കുടുങ്ങിയാണ്. അന്ന് അവിടെ വെച്ച് ഓമനക്കുട്ടൻ എന്ന അധ്യായം അഞ്ജലിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു. എങ്കിലും അവൾ പറയും, ഓമനക്കുട്ടൻ എന്നോട് എന്തോ പറയാനുണ്ടായിരുന്നുവെന്ന്. മനുഷ്യനുള്ളിടത്തോളം അവൻ്റെ വിശ്വാസങ്ങളും കൂടെയുണ്ടാവും. വിശ്വാസങ്ങളാകാം, പക്ഷേ അത് അന്ധവിശ്വാസങ്ങളായി മാറരുത്. എന്താണ്?